ഏരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ ഒരു ഏരിയയിലെ ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ വിളിച്ച ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് കടവിലാട്ടാ. അപ്പം ഇന്ന് വന്ന കാരണം ഈ കടവല്ല, ഈ ഏരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ ഒരു ഏരിയയിലെ ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ പൊതുവെ പുഴകളിലൊക്കെ മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കും ഏറ്റവും വേനൽക്കാലമായത് കൊണ്ട് തന്നെ പുഴകളിലെ വെള്ളം കുറയുക. എന്നാൽ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കുറഞ്ഞ ലെവലിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഇത് കാണാൻ കഴിയുക ഈ ഒരു നവംബർ ഡിസംബറിലായിരിക്കും ട്ടാ. അതിനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ, പൊതുവെ മഴക്കാലത്ത് പുഴയിൽ നല്ല വെള്ളം ഉണ്ടാവും, ഇതിന് മുകളിലോട്ടൊക്കെ വെള്ളം കയറിപ്പോകും. എന്നാൽ ഈ ഒരു ഡിസംബറോട് കൂടി വെള്ളം താഴ്ന്നു പോകും. ഇപ്പോൾ നവംബറിലായിട്ടുള്ളൂ. അപ്പോൾ ഡിസംബർ ഫസ്റ്റോട് കൂടി എന്ത് ചെയ്യും, ഇവിടുന്ന് താഴെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറം ഒരു ചെക്ക് ഡാം ഉണ്ട്. ബക്കിംഗ് റെഗുലേറ്റർ എന്നാണ് അതിന് പറയുക. ആ ഒരു ചെക്ക് ഡാം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഷട്ടർ താഴ്ത്തും. അങ്ങനെ താഴ്ത്തുന്നതോടെ ഇവിടെ വീണ്ടും വെള്ളം വർദ്ധിക്കും. വേനൽക്കാലത്ത് വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ ഒരു ചെക്ക് ഡാം. അപ്പോൾ ചെക്ക് ഡാമിൻ്റെ ഷട്ടറൊക്കെ താഴ്ത്തുമ്പോൾ വെള്ളം ഇങ്ങനെ കയറി വന്ന് ആ മുകളിലെ സ്റ്റെപ്പില്ലേ, അതിൻ്റെ ഒരു രണ്ടോ മൂന്നോ സ്റ്റെപ്പ് വരെ വെള്ളം താങ്ങി നിർത്താൻ ആ ഒരു ഷട്ടർ കൊണ്ട് കഴിയും. അപ്പോൾ അത്ര ഉയരത്തിൽ വെള്ളം പൊന്തി നിന്നാൽ പിന്നെ മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ള കടുത്ത വേനൽക്കാലത്ത് ഈ ഏരിയയിലും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം വേങ്ങര, കണ്ണമംഗലം, ഊരകം, തിരൂരങ്ങാടി ഇപ്പുറത്തൊക്കെയുള്ള പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കൊക്കെ ആവശ്യമുള്ള കുടിവെള്ളം ഈ ഒരു കെട്ടി നിർത്തിയ പുഴയിൽ നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഉപയോഗിക്കുക. അത് പിന്നെ മാർച്ച് നല്ല മഴ ഇല്ലല്ലോ, പിന്നെ വേനലായില്ലേ. അതൊക്കെ കഴിഞ്ഞ് ജൂണോട് കൂടി ഏറ്റവും താഴ്ന്ന ലെവലിലാണ്ട് ഏകദേശം ഒരു ഇതുവരെ വരും. ഈ ഒരു സ്റ്റെപ്പിൻ്റെ അടിയിൽ വരെയൊക്കെ വെള്ളം താഴ്ന്നു പോകും. ഇത്ര ഉയരമുള്ളതിന് കുടിവെള്ളത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയി താഴ്ന്ന് വന്ന് ഈ ലെവലിലെത്തുമ്പോഴേക്കും പിന്നെ മഴ തുടങ്ങും. മഴ തുടങ്ങിയാൽ വീണ്ടും വെള്ളം ഉയരും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴ്ന്ന ലെവലിൽ ഈ ഒരു ഏരിയയിൽ പുഴയിലെ വെള്ളം കാണൽ ഈ ഒരു നവംബർ ലാസ്റ്റ് മുതൽ ഡിസംബർ ഫസ്റ്റ്ക്ക് വരെയുള്ള ദിവസങ്ങളിലാണ്. ഇനിയും കുറച്ചുകൂടെയൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 23 ഇന്ന്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം താഴ്ന്നു പോവുകയെങ്കിൽ പെട്ടെന്ന് ഷട്ടർ ആണ്ട് താഴ്ത്തും. ഈ ഷട്ടർ താഴ്ത്തുക എന്ന് പറയുന്നത് ഈ പുഴയിലെ ഒഴുക്ക് നിൽക്കാനാവുമ്പോഴാണ് ട്ടാ ഷട്ടർ താഴ്ത്തുക. അതിനുള്ള കാരണം, അല്ലാതെ ഷട്ടർ താഴ്ത്തിയാൽ ഷട്ടറിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ പുഴയിലെ ഒഴുക്ക് നിൽക്കാനാവുമ്പോൾ അവസാനത്തിലാണ് ഷട്ടർ താഴ്ത്തുള്ളൂ. അപ്പോൾ പുഴയിലിപ്പോൾ വെള്ളം മാക്സിമം താഴ്ന്നിട്ടുണ്ട് ട്ടാ, ദാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം അത് നിറയുന്നതോടുകൂടി ഇവിടുത്തെ എല്ലാം കുടിവെള്ള പ്രശ്നം തീരും. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്.